ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഈ പാലക്കാട്ടെ KPM ഹോട്ടലിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കള്ളപ്പണം എത്തിച്ചിട്ടുണ്ട് എന്ന വിവരത്തെ തുടർന്ന് അവിടെ പോലീസ് പരിശോധനയ്ക്കെത്തുന്നു. പിന്നീട് നടന്ന രാഷ്ട്രീയ കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ്. രാത്രി അങ്ങയുടെ മുറിയിൽ പോലും രാത്രി വന്ന് മുട്ടുന്നു. ആ കതക് തുറക്കാൻ താമസിച്ചതിനെ പോലും വിവാദമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കുകയാണ്. പ്രതികരണം. അല്ല, ഞാനിപ്പോൾ ബാംഗ്ലൂരിലെ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഞാൻ മാധ്യമങ്ങൾ ഇതുപോലെ ചോദിച്ചപ്പോൾ മാത്രമാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് അറിഞ്ഞിട്ടുള്ളത്. ഇത് പോലീസ് റിപ്പോർട്ട് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല. കേരള പോലീസ് ആർക്കെങ്കിലും റിപ്പോർട്ട് കൊടുത്തു സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ടെത്തി എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ ചോദ്യം. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഈ രാജ്യത്തെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എൻ്റെ സ്വതന്ത്രമായി ജീവിക്കുവാനും സ്വതന്ത്രമായി താമസിക്കുവാനുമുള്ള എൻ്റെ അവകാശത്തിന് നേരെയുണ്ടായ കടന്നുകയറ്റമാണ് ഇവിടെ പ്രശ്നം. അത് സെർച്ച് വാറണ്ട് പോലും ഇല്ലാതെ, അതുപോലെ തന്നെ നമുക്കറിയാം ഐഡന്റിറ്റി കാർഡ് പോലും ഇല്ലാതെ, മഫ്തിയിൽ വന്ന് വനിതാ പോലീസും ഇല്ലാതെ ഒക്കെ നടത്തിയ നാടകങ്ങൾക്കല്ലേ മറുപടി പറയേണ്ടത്. അന്ന് തന്നെ ഞാനിത് വ്യക്തമാക്കിയിരുന്നു. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ നേതൃത്വം മറുപടി പറയും. പക്ഷെ സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ അവകാശങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ബിന്ദു കൃഷ്ണയുടെ അവകാശങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. CPM നേതാക്കന്മാർ ശ്രീ A. റഹീം അടക്കം നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. കുട്ടിയാൽ കടക് തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു എന്ന് പറഞ്ഞ A. റഹീം, അതുപോലെ തന്നെ മന്ത്രി രാജേഷ്, അദ്ദേഹത്തിനായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ചുമതല. ആശയപരമായി രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് സംഘടനകൾ ഉണ്ടാക്കുക സ്വാഭാവികമാണ്. പക്ഷേ ആശയപരമായി ഏറ്റുമുട്ടാൻ യാതൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ പാതിരാ നാടകത്തിന്റെ തിരക്കഥ എഴുതി ഒരു ദിവസം പോലും ആ പടം ഓടിക്കാൻ കഴിയാതെ ജാള്യതയോട് നിൽക്കുന്ന മന്ത്രി രാജേഷ് അടക്കമുള്ളവർ മറുപടി പറയണം. ഏതായാലും ഞാൻ ഇതിനപ്പുറമായിട്ട് ഇപ്പോൾ ഒന്നും പ്രതികരിക്കുന്നില്ല. ഞങ്ങൾക്ക് പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടൊന്നും ഒരു പ്രശ്നമല്ല. ഇത് നിങ്ങളിപ്പോൾ ന്യൂസ് മലയാളത്തിന്റെ അടക്കം ചാനൽ കണ്ണുകളിൽ ഉണ്ടായിരുന്നല്ലേ? കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മിഴി തുറന്ന് രാത്രിയിൽ കണ്ടതല്ലേ? ഒരിക്കലും ഉണ്ടാകാത്ത ഇത്തരം സംഭവം. അപ്പൊ ഇതേ സംബന്ധിച്ചുള്ള തെളിവുകളൊക്കെ തന്നെ ജീവിച്ചിരിക്കുകയാണ്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഒരൊറ്റ കാര്യം കൂടി. അങ്ങ് ഈ പരാതി നൽകിയിരുന്നല്ലോ, പാലക്കാട്ടെ പാതിര പരിശോധനയിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ നടപടികൾ ഏതുവരെയായി? ആ അന്വേഷണം യാതൊരു തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടെന്നുള്ള അറിയിപ്പോ പരാതി കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് ഒന്നും അറിയിപ്പൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. DGP നേരിൽ വിളിച്ചപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. യാതൊരു തരത്തിലുള്ള ഞങ്ങൾ കൊടുത്ത പരാതിയിന്മേൽ എന്തുകൊണ്ടാണ് GD എൻട്രി ഉണ്ടോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പാലിച്ചിട്ടുണ്ട്? FIR ഇട്ടിട്ടുണ്ടോ? ഒരു മാസമാകാൻ പോകുന്നുണ്ടല്ലോ. അപ്പൊ അതവിടെ നിൽക്കട്ടെ. നമ്മൾ അതിനെ സംബന്ധിച്ചൊക്കെ ഉചിതമായ സമയത്ത് അത് ഉചിതമായ പ്രതികരണം ഉണ്ടാകും. ഓക്കെ, ശരി. വളരെയധികം നന്ദി ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ പ്രതികരിച്ചതിന്.